സംസാരിക്കുവാനായിട്ട് താങ്ക് യു. ബഹുമാന്യനായ അധ്യക്ഷൻ, KCCനെ പ്രസിഡന്റ് ശ്രീ ടോമി മെൽക്രപ്പുറ, അഭിവന്ദനായ പോലക്കാട്ടൻ പിതാവെ, ആയുസ് തിരുമേനി, റെവറൻഡ് ഫാദേഴ്സ്, റെവറൻഡ് സിസ്റ്റേഴ്സ്, KCCയുടെ ഭാരവാഹികളെ, വേദിയിലും അരങ്ങിലുമുള്ള ജ്ഞാനായ സഹോദരി സഹോദരരെ, കുഞ്ഞുമക്കളെ, 11ാമത് ജ്ഞാനായ മാമാങ്കത്തിന് തിരശ്ശീല വീഴുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ സമുദായത്തിന്റെ ശക്തി വിളിച്ചോതുന്ന 2014 കൺവെൻഷൻ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സമുദായത്തിന്റെ ഈറ്റിടമായ ചിക്കാഗോയിൽ തന്നെ അരങ്ങേറുന്നത് ഒരു ഈശ്വരാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. വിജയകരമായ ഈ കൺവെൻഷൻ ചുക്കാൻ പിടിച്ച എല്ലാവരെയും ഹാർദവമായി അനുമോദിക്കുന്നു. അഭിവന്യ മൂലക്കാടിൽ പിതാവിന്റെ സാന്നിധ്യം കൺവെൻഷന്റെ വിജയത്തിന് തിളക്കമേറുന്നു എന്ന കാര്യത്തിന് രണ്ടു പക്ഷമില്ല. സന്തോഷകരമായ 4 സുദിനങ്ങൾ പിന്നിട്ടു. ഓമനിക്കുവാനും താലോലിക്കുവാനും 1000 ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് നാളെ നമ്മൾ പല വഴിക്ക് പിരിയും. ഒരുപാട് സന്തോഷങ്ങൾക്കിടയിലും സമുദായ ഭദ്രത നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ നെഞ്ചിടുപ്പും നൊമ്പരവും ഞാൻ ഫീൽ ചെയ്യുന്നു. നമ്മുടെ ടൗൺ ഹാൾ മീറ്റിംഗിൽ അലയടി ചേർന്ന വികാര പ്രകടനങ്ങൾ ഇതിന്റെ മകുട ഉദാഹരണങ്ങളാണ്. ചങ്ങമ്പുഴയുടെ രമണനിൽ ഒരു പദ്യശകലമുണ്ട്: കാപട്യം നിറഞ്ഞ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായത് പരാജയം. നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ കാര്യത്തിൽ 100% അന്വർത്ഥമായ ഒരു യാഥാർത്ഥ്യം. 13 വർഷങ്ങൾക്ക് മുൻപ് ചിക്കാഗോ സീറോ മലബാർ രൂപത നിലവിൽ വരുന്നതിന് മുൻപ് നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാർക്ക് നൽകിയ മോഹന വാഗ്ദാനങ്ങളും അതിനു പിന്നാലെ കബളിക്കപ്പെട്ട ഒരു ജനതയുടെ ദീനവിലാപങ്ങളുമാണ് ഇത് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ന്യൂയോർക്കിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയും അതിന്റെ എളിയ പ്രസിഡന്റായ ഞാനും സഭാവിരോധിയോ വൈദിക വിരോധിയോ ആണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ജ്ഞാനായ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ആരോഗ്യപരമായി ഇവിടെ അഡ്രസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കയിലെ ജ്ഞാനായ സമുദായത്തിന്റെ കഴിഞ്ഞ 13 വർഷങ്ങളിലെ വളർച്ചയൊന്ന് പരിശോധിച്ചാൽ കുറേയധികം ദേവാലയങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളും അഭിമാന സ്തംഭങ്ങളായി നമ്മുടെ മുന്നിൽ നമുക്ക് കാണാം. അവിടങ്ങളിലെല്ലാം കൂട്ടായ്മയും ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയും നടക്കുന്നു. ഇത് വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ഒരു എൻഡോമോഗസ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അപകടങ്ങളുടെ പടുകുഴികൾ തന്നെയാണ്. നിർജീവത തളർന്നു കിട്ടി നിൽക്കുന്ന കോട്ടയത്തെയും നോർത്ത് അമേരിക്കയിലെയും ജ്ഞാനായ നേതൃത്വം ആത്മീയ തലത്തിലും സ്വീകരിച്ചിരിക്കുന്ന നിസ്സംഗതയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ജ്ഞാനായ സമുദായത്തിന്റെ നൂറ്റാണ്ടുകളുടെ തനിമയും മൂല്യങ്ങളും നിലനിർത്തുന്നതിന് ഭീഷണി ഉയർത്തിയിരിക്കുന്ന റിസ്ക്രിപ്റ്റും ചിക്കാഗോ സീറോ മലബാർ രൂപതയും ഏറ്റവും ഒടുവിൽ ഫരീദാബാദ് ബിഷപ്പിന്റെ പ്രസ്താവനയും പ്രതിരോധിക്കുന്നതിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ സമുദായത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമുദായ ഭദ്രത ആഗ്രഹിക്കുന്ന ഓരോ ജ്ഞാനായക്കാരനും വരും ദിനങ്ങൾ അശാന്തിയുടെ നാളുകൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നോർത്ത് അമേരിക്ക ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിക്ക് തൊഴിൽപരമായി ധാരാളം അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. സിവിൽ റൈറ്റ്സിന്റെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെയും ഈ നാട്ടിൽ നമ്മുടെ യുവജനങ്ങൾ ഏതു പള്ളിയിൽ പോകണം, എവിടെ നിന്ന് കൂദാശകൾ സ്വീകരിക്കണമെന്നൊക്കെ നിഷ്കർഷിക്കുന്നത് കാലോചിതമായ ഒരു സമീപനമായി എനിക്ക് തോന്നുന്നില്ല. 90%-ലധികം യുവജനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ മിഷൻ കുർബാനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന് സഭാ നേതൃത്വം കൂലങ്കക്ഷമായി പരിശോധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സഭയും സമുദായവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് സഹായകപ്രദമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം
പരസ്പരം മത്സരിച്ചും പാര പണിതുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുന്നത് ആർക്കും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്നും അഭിമന്യ മൂലക്കാട്ടിൽ പിതാവ് പുറത്തു വന്നതുപോലെ തോന്നുന്നു. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് മൂലക്കാട്ടിൽ പിതാവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രസംഗം ഓപ്പണിംഗ് സെറമണിയിൽ മുഴങ്ങിക്കേട്ടു. വളരെ നന്ദി പിതാവേ. ആ വാക്കുകളിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ജ്ഞാനായ പൈതൃകം ഈ മണ്ണിൽ ഊട്ടി ഉറപ്പിക്കുന്നത് വരെ നമ്മൾ സീറോ മലബാറിന്റെ വെറും ചട്ടകങ്ങളല്ല എന്ന് തെളിച്ചു കൊടുക്കണം. കോട്ടയം രൂപതയുടെ ജൂറിസ്ഡിക്ഷൻ നോർത്ത് അമേരിക്കയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കുകയില്ല. സഭാപരമായി നമ്മുടെ ജ്ഞാനായ മിഷനുകൾക്ക് പരിമിതികളുണ്ട്. സഭാപരമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള പരിശ്രമങ്ങൾ പിന്നിട്ട 13 വർഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടതും അഡ്രസ് ചെയ്യപ്പെടേണ്ടതും ആത്മായ വേദികളിൽ ആയിരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഈ ദൗത്യം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുക്കുവാൻ ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള നേതൃത്വങ്ങളാണ് ഇന്നിൻ്റെ ആവശ്യം. എല്ലാ യൂണിറ്റുകളിലും KCCN തലത്തിലും ആത്മായ നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കുന്നതോടൊപ്പം ആവശ്യമെങ്കിൽ ജ്ഞാനായ യാക്കോബായ മലങ്കര വിഭാഗവുമായി ആത്മായ തലത്തിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദീർഘിക്കുന്നില്ല. വിജയകരമായി ഈ കൺവെൻഷൻ രൂപകൽപ്പന ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. അഭിമന്യ മൂലക്കാട്ടിൽ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. കൂട്ടായ പ്രവർത്തനം നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഇനി നേരിൽ കാണുന്നവരെ എല്ലാവർക്കും ആഡിയോസ്. താങ്ക് യു കുഞ്ഞുവിളേച്ചി. KCCയുടെ മറ്റൊരു വലിയ യൂണിറ്റായ HKCC ഹൂസ്റ്റൺ